എല്ലാവർക്കും നമസ്കാരം. ചിലപ്പോഴൊക്കെ നിശബ്ദതയാണ് ഏറ്റവും ശക്തമായ പ്രതികരണം. നമ്മൾ നിശബ്ദരായിരിക്കേണ്ട 5 സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ വികാരഭരിതരായിരിക്കുമ്പോൾ, ഭയങ്കര ദേഷ്യം വന്നിരിക്കുമ്പോൾ, ഭയങ്കര സങ്കടം വന്നിരിക്കുമ്പോൾ, ആ സമയത്ത് ഒന്നും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്കത് ആലോചിച്ച് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അബദ്ധമായിരുന്നു എന്ന് പിന്നീട് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. കഴിയുന്നത് നമ്മുടെ ഇമോഷൻസൊക്കെ ഒന്ന് കാം ഡൗൺ ആവും വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കാനും എന്തെങ്കിലും പറയാനും. രണ്ടാമത്, നമ്മൾ നിശബ്ദരായിരിക്കേണ്ട സമയമാണ് വെൻ യു ആർ നോട്ട് ഇൻഫോംഡ് റൈറ്റ്. നമുക്ക് കാര്യത്തെക്കുറിച്ച് വലിയ വിവരമില്ല, എന്തിനെ പറ്റിയാണ് അവിടെ സംസാരം നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ വിവരമില്ല, നമ്മളെ ശരിക്കും ആരും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ കയറി അഭിപ്രായം പറയാതിരിക്കുക. ചിലപ്പോൾ രണ്ടുപേര് വഴക്കിടുന്നതായിരിക്കും, അപ്പോൾ ചാടി കയറിയിട്ട് അതിൽ അഭിപ്രായം പറയാതിരിക്കുക. കാരണം നമുക്കറിയില്ല ആരുടെ ഭാഗത്താണ് ശരി, എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. കാര്യങ്ങൾ അനലൈസ് ചെയ്ത ശേഷം മാത്രം, നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറയാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മൂന്നാമത്, നമ്മൾ നിശബ്ദരായിരിക്കേണ്ട സമയമാണ് വെൻ യുവർ വേർഡ്സ് മേ ഹാം അതേഴ്സ്. നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പിൽ നിൽക്കുന്ന ആളെ വിഷമിപ്പിക്കും എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴൊക്കെ നമ്മുടെ വിഷമം തീർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. പിന്നെ നമ്മുടെ ദേഷ്യം തണുക്കുമ്പോൾ, നമ്മുടെ വിഷമം മാറുമ്പോൾ നമ്മളത് മറക്കും. പക്ഷെ നമ്മൾ വേദനിപ്പിച്ച ആൾ അത് അങ്ങനെ മറന്നൊന്നും വരില്ല. അവരുടെ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അവരത് ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും എന്തിനാണ് അവരെ കുത്തി നോവിക്കുന്നത്? കഴിയുന്നതും വാക്കുകളാലോ പ്രവൃത്തിയാലോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മുടെ നിശബ്ദത കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നത്, അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേദനിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ അത് പറയാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ളതാണ് വെൻ യു നീഡ് ടു ലിസൺ. നമ്മൾ കേൾക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. എല്ലാത്തിനും അങ്ങ് അഭിപ്രായം പറയണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് നമ്മൾ കേൾവിക്കാരാകുക പൂർണ്ണമായിട്ടും. നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരെങ്കിലും വന്ന് അവരുടെ വിഷമം എന്തെങ്കിലും പറയുകയാണ്, അവരുടെ സങ്കടം പങ്കുവെക്കുകയാണ്. അപ്പം അവർ സൊല്യൂഷനൊന്നുമല്ല ആഗ്രഹിക്കുന്നത്, ജസ്റ്റ് കേൾക്കാൻ ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക. അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങുമ്പോഴേ അവർ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അങ്ങോട്ട് കയറി എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെയുള്ള അങ്ങോട്ട് കയറി സംസാരിക്കുന്നത് ഒഴിവാക്കുക. ചിലപ്പോൾ അവർക്കൊരു കേൾവിക്കാരൻ മാത്രമായിരിക്കും ആവശ്യം. ആരോടെങ്കിലും വിഷമം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നുണ്ടായിരിക്കും, അതിനു വേണ്ടിയായിരിക്കും പറയുന്നത്. ആ സമയത്ത് നമ്മൾ നിശബ്ദരായിരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആരെങ്കിലും വന്ന് നമ്മളോടൊരു ഐഡിയ പറയുകയാണ്, എന്തെങ്കിലും പുതിയ കാര്യത്തിനെ പറ്റി എന്തെങ്കിലും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യണം. അപ്പോഴും നമ്മൾ ചാടിക്കയറി അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. അവരെന്താണോ പറയുന്നത് അത് കേൾക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത സന്ദർഭമാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ കൂടെയോ നമ്മൾ ബീച്ചിൽ അല്ലെങ്കിൽ പാർക്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒരു സായാഹ്നം ചിലവഴിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കടൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പാർക്കിൽ ചുമ്മാ ഇങ്ങനെ സീനറിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊരു അരോചകമായിട്ടാണ് അടുത്തിരിക്കുന്നവർക്ക് തോന്നുക. കാരണം നമ്മൾക്ക് ആ സ്ഥലത്തിൻ്റെ വൈബ് നഷ്ടപ്പെടും നമ്മളിങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്ന. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിശബ്ദതയാണ് നല്ലത്. പിന്നെയുള്ളതാണ് വെൻ യുവർ വേർഡ്സ് വോണ്ട് ചേഞ്ച് ദ സിറ്റുവേഷൻ. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലാവാം, ഇല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താവാം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക, ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഈ സിറ്റുവേഷൻ എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ, എന്തെങ്കിലും നല്ല രീതിയിലുള്ള ചേഞ്ച് ഇവിടെ ഉണ്ടാവുമോ, അതോ ചുമ്മാ കയറി എന്തെങ്കിലും പറയുക എന്നുള്ള രീതിയിലാണ്. നമ്മൾക്ക് ആ സിറ്റുവേഷന് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ എന്തെങ്കിലും പറയുകയാണ്, കാരണം നമ്മുടെ വാക്കുകൾക്ക് നല്ല വിലയുണ്ട്. അത് എല്ലായിടത്തും കയറി കണ്ട അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളതാണ് വെൻ യു വാണ്ട് ടു സ്പീക്ക് അപ്പ്. നമുക്ക് എന്തെങ്കിലും പറയണമെന്നങ്ങ് തോന്നും. ചിലർ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അവർക്കറിയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമെന്ന്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു, അപ്പോൾ ചുമ്മാ വഴക്കുണ്ടാകുമെന്നൊക്കെ ആഗ്രഹിച്ച് ചില ആളുകൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും ഇന്ന് ഇവന് 4 പറഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലും വരും.
പക്ഷെ അപ്പം നമ്മൾ കയറി എന്തെങ്കിലുമൊക്കെ വായത്തോന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ജയിക്കുന്നത്. കാരണം അവർക്ക് ഇത് തന്നെയായിരുന്നു ആവശ്യം, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുക, ആ സിറ്റുവേഷൻ മോശമാക്കുക എന്നുള്ളതാണ് അവരും ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് അവർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ, ആ സമയത്ത് നിശബ്ദത പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളാണ് ജയിക്കുന്നത്. ഒന്നും മിണ്ടാതിരിക്കൂ, ഇയാൾക്കൊന്നും മിണ്ടാതിരുന്നുകൂടെ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കും.